ഗൗതം മോനെ, എടാ നീ വന്നോ? ദേ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്ന് അറിയോടാ. കാണിക്കേണ്ടത് മുഴുവൻ കാണിച്ചു കൂട്ടിട്ടോ മുന്നിൽ വന്നു പുന്നാരം പറയുന്നു. എന്താ ഇത്? എന്നെ നിധിയും പിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വെച്ച് നീട്ടിയ പിച്ചക്കാശല്ലേ ഇത്? എടാ ഗൗതം, ഞാൻ ഈ 2 കോടി രൂപ നിങ്ങളുടെ തലയിൽ തന്നെ ചുവന്നു നടന്നു. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ 2 കോടി രൂപ നിങ്ങൾ എനിക്ക് തന്നാൽ അതും വാങ്ങി പോക്കറ്റിൽ വെച്ച് നിധി ഉപേക്ഷിച്ച് ഞാൻ നിങ്ങളുടെ സാരിത്തുമ്പി തൂങ്ങി വരുമെന്നോ? ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുന്ന കോടിക്കണക്കിന് രൂപയും സ്വത്തുക്കളും വേണ്ടാന്ന് തീരുമാനിച്ചിറങ്ങിപ്പോയവനാ ഞാൻ. ആ എന്നെ 2 കോടി രൂപ കാണിച്ച് മയക്കി കളയാന്ന് കരുതിയ നിങ്ങൾ എത്ര വലിയ യൂസ്ലെസ് ആണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിങ്ങളെ ഓർത്ത് പുച്ഛം തോന്നുന്നു എനിക്ക്. വൃത്തികെട്ട സ്ത്രീ. എന്താ വസു ഈ കേൾക്കുന്നതൊക്കെ? എന്താണ് മോനെ ഇവര് കാണിച്ച പണി എന്താണെന്ന് അറിയാമോ? എന്റെ സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഒരുത്തം തടഞ്ഞു വെച്ചിരിക്കുന്നു. 2 കോടി രൂപ കൈക്കൂലി കൊടുക്കണമെന്ന് ആ റാസ്കലിന്റെ ഡിമാൻഡ്. അതാ ഈ സ്ത്രീ മുതലെടുത്തത്. എന്റെ അവസ്ഥയാണ് ഇവര് മുതലെടുക്കാൻ നോക്കിയത്. ഇവര് പോയി നിധിയെ കണ്ടിട്ട് എനിക്ക് 2 കോടി രൂപ തന്ന് സഹായിക്കാമെന്നും അവനെ വലിയ ബിസിനസ്സുകാരനാക്കാമെന്നും അതിനുവേണ്ടി എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി തരണമെന്നും ആവശ്യപ്പെട്ടിരിക്കുക.